ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 127/2023 നടന്ന ആ ഒരു കാറ്റഗറിയിൽ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. LDC LGS വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വളരെ ഉപകാരപ്രദം ആയിരിക്കും എനിക്ക് ഇപ്പോൾ ഈ ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്ത് പേരിലാണ്? ഓപ്പറേഷൻ കാവേരി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കന്മാർ ആരെല്ലാം? ഓപ്ഷൻ സി ആണ് സിദ്ധു ആൻഡ് കനു. കേട്ടോ, സിദ്ധു ആൻഡ് കനു ആണ് അതുമായി ബന്ധമില്ലാത്തത്. കേട്ടോ, 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കന്മാരാണ് സിദ്ധു, കനു. ഓപ്ഷൻ സി ആണ് ആൻസർ. മൂന്നാമത്തത്: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനവുമായി സൈമൺ കമ്മീഷനാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കേട്ടോ, സൈമൺ കമ്മീഷൻ. നാലാമത്തെ ചോദ്യം: നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? നാട്ടുകൂട്ടം ഇളക്കം, വേലുത്തമ്പി ദളവ. ഓപ്ഷൻ എ ആണ് ആൻസർ. വേലുത്തമ്പി ദളവയാണ്. കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം: ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആരാണ്? ജഹാംഗീർ ആണ് ആൻസർ. കേട്ടോ, ഓപ്ഷൻ സി ആണ്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആരാണ്? ജഹാംഗീർ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് ആറാമത് ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 1940 ഓഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ: ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തിയ ഒരു കമ്മിറ്റി രൂപീകരിക്കുക, ഇന്ത്യക്ക് പുത്രികാരാജ്യ പദവി നൽകുക, ഇന്ത്യൻ നേതാക്കളെ ഉൾപ്പെടുത്തി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുക, ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജകമണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കേട്ടോ, ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളത് അതിൽ ഉൾപ്പെടാത്ത, ഓഗസ്റ്റ് ഓഫറിൽ ഉൾപ്പെടാത്ത കാര്യമായിരുന്നു. അതാണ് ആൻസറായിട്ട് വരുന്നത്. കേട്ടോ. ഏഴാമത്തത്: ഒരു മാപ്പിൽ RF = 1:1 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്കിൽ ഭൂമിയിലെ അകലം എത്രയായിരിക്കുമെന്നാണ്. എത്രയാണ്? ഇത് ക്യാൻസൽ ചെയ്താണ്. കേട്ടോ, ഇതിൽ ശരിയായ ആൻസർ ഇല്ലാത്ത കാരണം ക്യാൻസൽ ചെയ്ത ഒരു ചോദ്യമാണ്. കേട്ടോ, ഏഴാമത്തത്. അത് നോക്കണ്ട. എട്ടാമത്തത്: പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിൽ ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ്? പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിലെ ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. കേട്ടോ, 30° നോർത്ത് ആൻഡ് 30° സൗത്ത്. കേട്ടോ, ഓപ്ഷൻ എ ആണ് ആൻസർ. ഒൻപതാമത്തത്: ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത്? ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത്? ഇത് എല്ലാം അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറിൻ, നൈട്രജൻ, ഇവയെല്ലാം എന്താണ് ഇതിനകത്തുണ്ടാകും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. കേട്ടോ. പത്താമത്തെ ചോദ്യം: ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ജമ്മു കാശ്മീർ. കേട്ടോ, ജമ്മു കാശ്മീർ. സോൻമാർഗ് എവിടെയാണ്? ജമ്മു കാശ്മീർ. ഉത്തരമഹാസമതലത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ എ ആണ് എക്കൽ മണ്ണ്. കേട്ടോ, ഉത്തരമഹാസമതലത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. 12ാമത് ചോദ്യം: ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. കേട്ടോ, ഇപ്പോൾ ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്നാണ്? പരുത്തി. ഓപ്ഷൻ ഡി ആണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം, ഇന്ത്യയുടെ ധാതുക്കലവറ, ഓപ്ഷൻ എ ജാർഖണ്ഡ് ആണ്. കേട്ടോ, ഓപ്ഷൻ എ ജാർഖണ്ഡ്. 15ാമത് ചോദ്യം: ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ്. ഓപ്ഷൻ സി ആണ് ഫിലിപ്പൈൻസ്. 16ാമത്തെ ചോദ്യം: പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ഈ കൊടുത്തിരിക്കുന്ന ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഇവയെല്ലാം ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 17ാമത്തെ ചോദ്യം: ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ ഫ്ലഡ് എന്നാണ് ക്ഷീരവികസനം. കേട്ടോ, ക്ഷീരവികസനമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി
18ാമത്തെ ചോദ്യം, 2023 G7 ഉച്ചകോടി വേദി എവിടെയാണ്? ഹിരോഷിമ കേട്ടോ. ഹിരോഷിമ 2023 G7 ഉച്ചകോടി വേദി എവിടെയായിരുന്നു? ഹിരോഷിമയായിരുന്നു. 19ാമത്തെ ചോദ്യം, സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചതെന്നാണ്? 1975 സെപ്റ്റംബർ 9-നാണ്. 1975 സെപ്റ്റംബർ 9. ഓപ്ഷൻ എ ആണ് ആൻസർ. 20ാമത്തെ ചോദ്യം, KSSMൻ്റെ പൂർണ്ണരൂപം എന്നാണ്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. 21ാമത്തെ ചോദ്യം, കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. 22ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന തണ്ണീർത്തട പദ്ധതി അതോറിറ്റി നിലവിൽ വന്നത്? കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ്? 25/5/2015 കേട്ടോ. 25/5/2015 ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 23ാമത്തെ ചോദ്യം, മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 43 കേട്ടോ. 43. അടുത്തത്, മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ് 36 മുതൽ 51 വരെയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 25ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ 26 കേട്ടോ. 1949 നവംബർ 26. അടുത്തത് 26ാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ എ ആണ് ആൻസർ. 27ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതാണ്? 5 മുതൽ 11 വരെ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് 28ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ പേറ്റന്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിർവചനം വകുപ്പ് ഏതാണ്? കേട്ടോ, ഇന്ത്യൻ ഭരണഘടനയിൽ പേറ്റന്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്, ഇത് ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് കേട്ടോ. ഇത് ക്യാൻസൽ ചെയ്താണ്, അപ്പോൾ അത് നോക്കണ്ട. 29ാമത്തെ ചോദ്യം നോക്കാം. 73ാം ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം, പഞ്ചായത്തി രാജ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ, പഞ്ചായത്തി രാജ്. 30ാമത്തെ ചോദ്യം, തുല്യ ജോലിക്ക് തുല്യ വേതനം മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുല്യ ജോലിക്ക് തുല്യ വേതനം 39 ഡി ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. 31ാമത്തെ ചോദ്യം, ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് അംബേദ്കർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അതൊക്കെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. 32ാമത്തെ ചോദ്യം, ബീജസങ്കലനം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ച് നടക്കുന്നു? അണ്ടവാഹിനിക്കുഴലിൽ കേട്ടോ. അണ്ടവാഹിനിക്കുഴലിലാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 33ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ജീവകമാണ് ടോക്കോഫെറോൺ? ഏതാണ്? അത് ക്യാൻസൽ ചെയ്ത ചോദ്യം കേട്ടോ. ടോക്കോഫെറോൺ അതും ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 34ാമത്തെ ചോദ്യം, മിനമാത രോഗം ഏതിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? മെർക്കുറിയുടെ മലിനീകരണമാണ്. മെർക്കുറി. HG. ഓപ്ഷൻ സി ആണ് ആൻസർ. HG മലിനീകരണം. 35, മാംസത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? മാംസത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ക്വാഷിയോർക്കറാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 36ാമത്തെ ചോദ്യം, വിഡാൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ടൈഫോയിഡ് കേട്ടോ. ടൈഫോയിഡ്. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. ഓപ്ഷൻ ബി. അത് നമുക്കറിയാവുന്നതാണ്. ജൂൺ 21. 38, താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരം എഴുതുക. 1, ജിയുടെ പരമാവധി മൂല്യം ഗ്രാവിറ്റിയുടെ കേട്ടോ മൂല്യം ഭൂമധ്യരേഖയിലാണ്. അതേപോലെ തന്നെ ജിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശങ്ങളിലാണ്. ഇതാണ്. 2 മാത്രമാണ് ശരി കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 മാത്രമാണ് ശരി. അടുത്തത്, സാധാരണ TV റിമോട്ടുകളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? നമുക്കറിയാം ഏതാണ്. ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്, രശ്മികളാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 40ാമത്തെ ചോദ്യം, ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം
ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്രയാണെന്നാണ് 30 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 41ാമത് ചോദ്യം. 2023 മെയ് 5 ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണം ഏതാണ്? പെൻബ്രൽ ചന്ദ്രഗ്രഹണം കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. പെൻബ്രൽ ചന്ദ്രഗ്രഹണം. ഓപ്ഷൻ സി ആണ് ആൻസർ. 42ാമത് ചോദ്യം. 3D ഓർബിറ്റലിലുള്ള ഒരു ഇലക്ട്രോണിന് സാധ്യമായ NLM എന്നിവയുടെ മൂല്യങ്ങൾ എങ്ങനെയാണ്? ഇതാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. എന്നിൽ 3, Lൽ 2, Mൽ -1 കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. 43ാമത് ചോദ്യം. BAl Mg പൊട്ടാസ്യം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊട്ടാസ്യം, മഗ്നീഷ്യം, അലുമിനിയം എന്നീ മൂലകങ്ങളെ പരിഗണിക്കുമ്പോൾ അവയുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 44ാമത് ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങളിൽ pH മൂല്യം 7 കൂടുതലുള്ളത് ഏതിനാണ്? pH മൂല്യം 7 കൂടുതലുള്ള മൂലകം ഏതാണ്? മനുഷ്യരക്തമാണ് കേട്ടോ. മനുഷ്യരക്തം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ആദർശ ലായനിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ഫിനോളും അനിലീനുമാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. 45 ഓപ്ഷൻ സി. 46ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ടത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. രണ്ടാമത്തത് മാത്രമാണ് ശരി. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകൾ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. അത് മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. 47. ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് സ്വർണം നേടിത്തരുന്ന കായിക താരമാരാണ്? സിമ്പിൾ, നീരജ് ചോപ്രയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എ സേതുമാധവൻ കേട്ടോ. എ സേതുമാധവൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണം ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആത്മോപദേശ ശതകമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. മാമാങ്കത്തിൻ്റെ അന്ത്യത്തിന് കാരണമായ ഘടകം ഏതാണ്? മാമാങ്കത്തിൻ്റെ അന്ത്യത്തിന് കാരണമായ ഘടകം ഏതാണ്? ഹൈദരാലിയുടെ ആക്രമണമാണ് കേട്ടോ. ഹൈദരാലിയുടെ ആക്രമണമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ.